ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 48 മുതൽ 58 വരെയുള്ള ഖണ്ഡികകളുടെ വിശുദ്ധീകരണമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോവുക. ഈ ഭാഗങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. 2 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഇന്നത്തെ പഠനം മുന്നോട്ട് പോവുക. 48-ാമത്തെ ഖണ്ഡിക പൊതുവായ ഒരു ഇൻട്രഡക്ഷനായിട്ടും 49 മുതൽ 51 വരെയുള്ള ഭാഗങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുക എന്ന തലക്കെട്ടോടു കൂടിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. 52 മുതൽ 58 വരെയുള്ള ഭാഗങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിൻ ചിത്രത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. 48-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുഹൃദയം അത് ഒരു അവയവം അല്ല, ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. തിരുഹൃദയഭക്തിയോടുള്ള ആ വലിയൊരു ആരാധന, ആ ഭക്തിയിൽ വളർന്നു വരുമ്പോൾ ഈ ഭക്തിയെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഈശോയുടെ ഹൃദയം എന്ന ശരീരഭാഗത്തെ മാത്രം ആരാധിക്കുന്ന ഒന്നായി ഇത് കാണുന്നത് ശരിയല്ല. നാം ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ, അതായത് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനെ നാം പൂർണ്ണമായി ആരാധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ 48-ാമത്തെ ഖണ്ഡിക നമ്മെ പറയുന്നു, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നു. അവിടുത്തെ ഹൃദയം അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളം മാത്രമാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ ദൈവികവും മാനുഷികവുമായ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള അടയാളമായാണ് തിരുഹൃദയത്തെ നാം കാണേണ്ടത്. അതാണ് സഭ പഠിപ്പിക്കുന്ന കാര്യമെന്ന് ചാക്രിയ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ, അതായത് ഈശോയുടെ ദൈവികവും മാനുഷികവുമായ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള അടയാളമാണ് തിരുഹൃദയം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവികവും മാനുഷികവുമായ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള അടയാളത്തെയാണ് തിരുഹൃദയമെന്ന് പറയുന്നത് ഈശോയുടെ. അതുകൊണ്ട് ഈശോയുടെ ഹൃദയം അവിടുത്തെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പ്രതീകമാണ്. അതുകൊണ്ട് ഒരു അവയവമായിട്ടല്ല കാണേണ്ടത്. ഈശോയെ പൂർണ്ണമായി നമ്മൾ കാണുന്നു. ആ ഹൃദയമെന്ന് പറയുന്നത് ഈശോയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ മുറിവുകളും തീനാവങ്ങളും അതുപോലെ തന്നെ ഈശോയുടെ മുൾക്കുരിശും എല്ലാം ആ തിരുഹൃദയത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രതീകാത്മകമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതുകൊണ്ട് ഹൃദയം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, അത് ഈശോയുടെ തന്നെ സ്നേഹത്തെ, അതിരുകളില്ലാത്ത ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ അടയാളത്തെയായിട്ടാണ് തിരുഹൃദയത്തെ സൂചിപ്പിക്കുന്നത്. വെറുമൊരു അവയവമായിട്ട്, ഹൃദയമെന്ന് പറയുന്ന ഒരു അവയവം മാത്രമായിട്ട് കാണരുത് എന്ന് ഈ ഖണ്ഡിക നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. 49-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന പ്രധാന ഘട്ടിങ്ങിലാണ് 49 മുതൽ 51 വരെയുള്ള ഖണ്ഡികകൾ വരുന്നത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. 49-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് തിരുഹൃദയം ഒരു സൗഹൃദത്തിലേക്കും ആരാധനയിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. തിരുഹൃദയം പ്രതിദാനം ചെയ്യുന്ന സ്നേഹത്താൽ നമ്മൾ ആകർഷിക്കപ്പെടുമ്പോൾ ഈശോ എന്ന വ്യക്തിയുമായൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു എന്ന് ചാക്രിയ ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ബന്ധം സൗഹൃദത്തിൻ്റെയും ആരാധനയുടെയുമാണ്. ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് തിരുഹൃദയം. ആ തിരുഹൃദയത്തിലേക്ക് ഒരു മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിരുഹൃദയത്തെ വണങ്ങുന്നുണ്ടെങ്കിലും
നമ്മുടെ ആരാധന മുഴുവനും ഈശോയുടെ ദൈവികതയോടും സമ്പൂർണ്ണ മാനവികതയോടും കൂടിയ സജീവമായ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ്. വീണ്ടും പറഞ്ഞാൽ, നമ്മൾ തിരുഹൃദയത്തിനെ ആരാധിക്കുന്നു, വണങ്ങുന്നു എന്ന് പറയുന്നത് ഈശോയുടെ, അതായത് നമുക്കറിയാമല്ലോ, ഈശോ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സജീവനായ ക്രിസ്തുവിൻ്റെ ദൈവീകമായ ഭാവത്തെയും മാനുഷികമായ ഭാവത്തെയും നമ്മൾ ആരാധിക്കുന്നത് തിരുഹൃദയത്തിൽ വണങ്ങുന്നതിലൂടെയാണ്. ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ദൈവിക തലം നോക്കിയാൽ, പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഭൂജാതനായി തീർന്ന ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി സ്വയം വിട്ടുകൊടുത്ത് ഇറങ്ങി വന്നവൻ, അത് ദൈവത്തിൻ്റെ സ്ഥാനം, അതാണ് ദൈവികമായ ഒരു കാഴ്ചപ്പാട്. മാനുഷികമായൊരു തലമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടുകയാണ്. അവസാനത്തുള്ളി ജലവും രക്തവും കൂടി ഒഴുകുകയാണ്. അങ്ങനെ ദൈവികമായ ഒരു ഭാവവും മാനുഷികമായ ഭാവവുമുള്ള സജീവമായ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ആരാധനയാണ് തിരുഹൃദയത്തെ വണങ്ങുക എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി മുറിഞ്ഞ, എനിക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്ന ആ ക്രിസ്തുവിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതിന് കാരണഭൂതമായ അവിടുത്തെ സ്നേഹം, ആ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളമാകുന്ന തിരുഹൃദയത്തെ നമ്മൾ വണങ്ങുന്നു. അങ്ങനെ അവിടുത്തെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്താൽ നമ്മൾ ആശ്ലേഷിക്കപ്പെടുകയാണ്, കൂട്ടിച്ചേർക്കപ്പെടുകയാണ്, ക്രിസ്തുവുമായിട്ട് ഐക്യത്തിലാകുകയാണ്, ബന്ധത്തിലാകുകയാണ്. ഇക്കാര്യമാണ് നമ്മൾ തിരുഹൃദയം ഒരു സൗഹൃദത്തിലേക്ക്, അതോടൊപ്പം തന്നെ ആരാധനയിലേക്ക് നയിക്കുന്നു. സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് മാനുഷിക തലമെന്ന് പറയാൻ സാധിക്കും. ആരാധന എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ ദൈവികതയുടെ തലമാണ്. അതുകൊണ്ട് തിരുഹൃദയം എന്ന് പറയുന്ന ഒരു വെറും ഹൃദയം മാത്രമല്ല, അത് ദൈവികമായ തലത്തിലേക്ക് ഒരു സൗഹൃദത്തോടു കൂടി, സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ള സ്നേഹമാണല്ലോ, അത് അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവന്ന് അവിടുത്തെ ഈശോയുടെ ദൈവികവും മാനുഷികവുമായ സ്നേഹത്താൽ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് 49-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുക. 50-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ആരാധനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നാണ് ഈ ഖണ്ഡിക നമ്മെ പറഞ്ഞു പഠിപ്പിക്കുക. നാം ഏത് രൂപം ഉപയോഗിച്ചാലും ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഹൃദയമാണ് നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം. ഈശോയെ ആരാധിക്കാൻ വേണ്ടി പല രൂപങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പറയുന്നത് ഏത് രൂപം ഉപയോഗിച്ചാലും ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഹൃദയമാണ് നമ്മുടെ ആരാധനയുടെ ലക്ഷ്യമല്ലാതെ അതിൻ്റെ പ്രതിരൂപമല്ല. തിരുഹൃദയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവപുത്രനിൽ നിന്നും ഒരിക്കലും വേർപെടുത്താനാവില്ല. തിരുഹൃദയത്തെ നമ്മൾ ആരാധിക്കുന്നത് അത് വേർതിരിക്കാനാവാത്ത വിധം ഐക്യപ്പെട്ടിരിക്കുന്ന വചനമാകുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമായതുകൊണ്ടാണ്. അതുകൊണ്ട് തിരുഹൃദയത്തെ അതിനുവേണ്ടി തന്നെയല്ല നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് മനുഷ്യനായി അവതരിച്ച പുത്രൻ ഈ ഹൃദയത്തിലൂടെ ജീവിച്ചിരിക്കുകയും നമ്മുടെ സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. വെറുമൊരു ഹൃദയത്തെ നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യനായി അവതരിച്ച പുത്രനായ മിശിഹ ആ ഹൃദയത്തിലൂടെ ജീവിക്കുകയും മനുഷ്യനോടൊപ്പം ആയിരുന്നുകൊണ്ട് അവൻ്റെ സങ്കടങ്ങളിലും വേദനകളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിച്ച ആ ക്രിസ്തുവിനെ ഹൃദയത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഈശോയെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടുത്തെ ഹൃദയത്തെ സ്നേഹിക്കുന്നതോ ആരാധിക്കുന്നതോ ആയ ഏതൊരു പ്രവൃത്തിയും അത് ക്രിസ്തുവിനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല, ക്രിസ്തുവിലേക്ക് തന്നെ, രക്ഷകനായ ക്രിസ്തുവിലേക്ക് തന്നെ ചേരുന്നതാണ്. അങ്ങനെ ഉള്ള ആരാധനയിലേക്കാണ് വളർത്തുക എന്നാണ് പരിശുദ്ധ പിതാവ്
ഈ ചാക്രിക ലേഖനത്തിലൂടെ പറയുന്നത്. ആയതിനാൽ അവിടുത്തെ അനന്തമായ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും പ്രതീകമായിട്ടാണ് ഈ തിരുഹൃദയം നിലകൊള്ളുക. അവിടുത്തെ ഹൃദയത്തെ സ്നേഹിക്കുന്നതോ ആരാധിക്കുന്നതായ ഏത് ചെറിയ പ്രവൃത്തിയും അതെല്ലാം ക്രിസ്തുവിനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ തിരുഹൃദയത്തെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് പാടുപീടുകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അൻപത്തി ഒന്നാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായത് തിരുഹൃദയ ഭക്തി ഈശോയിൽ നിന്നും നമ്മെ അകറ്റുന്നില്ല എന്നുള്ളൊരു പ്രമേയമാണ് ഇതിലൂടെ വരച്ചു കാണിക്കുക. തിരുഹൃദയത്തോടുള്ള ഭക്തി ഒരിക്കലും ഈശോയിൽ നിന്നും അവിടുത്തെ സ്നേഹത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാനോ വേർപെടുത്താനോ സാധിക്കുമെന്ന് കരുതരുത്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കാനോ വേർപെടാനോ പാടില്ല. അതായത് ഈശോയുള്ള തിരുഹൃദയത്തോടുള്ള ഭക്തി കൂടി ഈശോയിൽ നിന്നും അകന്നു പോകരുത്. ആ ഹൃദയം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തന്നെ ആയി പോകരുത് എന്ന് പറയുകയാണ്. ഇത് സ്വാഭാവികമായും നേരിട്ടുള്ളതുമായ രീതിയിൽ ഈശോയിലേക്ക് തന്നെ നമ്മെ നയിക്കുന്നതാണ് യഥാർത്ഥ തിരുഹൃദയ ഭക്തി. അല്ലാതെ വരുന്ന തിരുഹൃദയ ഭക്തിയൊക്കെ യഥാർത്ഥ തിരുഹൃദയ ഭക്തിയല്ല. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഈശോയിലേക്ക് നയിക്കുന്ന ആണെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ തിരുഹൃദയ ഭക്തിയായി മാറുകയുള്ളൂ എന്ന് പറയുകയാണ്. സംഭാഷണം, വാത്സല്യം, വിശ്വാസം, ആരാധന എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ആഴത്തിലുള്ള സൗഹൃദത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈശോയോടുള്ള സംഭാഷണം, അവിടുത്തെ ഉള്ള വാത്സല്യം, വിശ്വാസം, ആരാധന എന്നിവയെല്ലാം ഈ തിരുഹൃദയത്തിലൂടെ ഈശോയിലേക്കാണ് നമ്മൾ ചെന്ന് നിൽക്കേണ്ടത്. തുളഞ്ഞു കയറുന്നതും തീക്ഷ്ണവുമായ ഹൃദയത്തോടെ നാം ക്രിസ്തുവിനെ തന്നെയാണ് കാണുക. അതായത് ബെത്ലഹേമിൽ ജനിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പാപികളെ അംഗീകരിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും കരുണ കാണിക്കുകയും കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീരുകയും ചെയ്യുന്നതുവരെ അവിടെ നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാകുന്ന കേന്ദ്രമാണ് ഈ ഹൃദയമെന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുഹൃദയഭക്തി എന്ന് പറയുന്നത് ഈ ലോകത്തായിരുന്നപ്പോൾ ഈശോ നടന്ന സൗഖ്യം നൽകിയത്, സ്നേഹം നൽകിയത്, കരുണ നൽകിയത്, അംഗീകാരം നൽകിയത്, അവസാനം കുരിശിൽ നമുക്കായി ബലിയായി തീർന്നത്, ഇതെല്ലാത്തിൻ്റെയും കൂടെ പൂർണ്ണ രൂപമാണ് തിരുഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ തിരുഹൃദയത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നെയാണ്. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഇടയിൽ മഹത്വത്തോടെ ജീവിക്കുന്നതും ഇതേ ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത് ഈശോയോടുള്ള അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തിനുള്ള ഒരു അംഗീകാരം തന്നെയാണ്. അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തിന് നാം കൊടുക്കുന്ന ഒരു ആരാധനയാണ് തിരുഹൃദയ ഭക്തി എന്നാണ് ഈ 51-ാമത്തെ ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നത്. 52-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടുത്തെ ചിത്രത്തെ മഹത്വപ്പെടുത്തുക എന്ന പ്രധാന തലക്കെട്ടിൽ വരുന്ന 52 മുതൽ 58 വരെയുള്ള ഭാഗത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 52-ാമത്തെ ഖണ്ഡിക. ക്രിസ്തുവിൻ്റെയും അവിടുത്തെ ഹൃദയത്തിൻ്റെയും പ്രതിരൂപം ഒരു ആരാധന വസ്തുവല്ല എന്നും ഇത് സങ്കല്പിച്ചുണ്ടാക്കിയതോ കലാകാരൻ രൂപകൽപ്പന ചെയ്തതോ ആയത് ഒന്നല്ല എന്നും ഈ ചാക്രിക ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സാങ്കല്പികമല്ല, എന്നാൽ ഇത് എല്ലാ മാനവരാശിക്കും വേണ്ടി പ്രവഹിച്ച രക്ഷയുടെ ഉറവിടത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു അടയാളമാണ്. അത് മനുഷ്യകുലത്തിനു വേണ്ടി പ്രവഹിച്ച രക്ഷയുടെ ഉറവിടം. രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഈശോയാണ്, ഈശോയുടെ സ്നേഹമാണ്, അത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു അടയാളമാണ്
ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ചിത്രം. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഒരു ആരാധന വസ്തുവല്ല എന്നും, എന്നാൽ ഇതൊരു കലാകാരൻ രൂപകൽപ്പന ചെയ്തതോ അല്ലെങ്കിൽ സാങ്കല്പികമായ ചിത്രമല്ല. രണ്ട് കാര്യം ഒരേപോലെ നമ്മൾ മനസ്സിലാക്കണം. ആരാധന വസ്തുവല്ല, എന്നാൽ ഒരു ചിത്രകാരനോ കലാകാരനോ അവൻ്റെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇത് മനുഷ്യകുലത്തിനു വേണ്ടി പ്രവഹിച്ച ഈശോയുടെ രക്ഷാദായകമായ സ്നേഹത്തിൻ്റെ ഉറവിടത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു യഥാർത്ഥ അടയാളമായിട്ട് വേണം ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തെ നമ്മൾ വണങ്ങാൻ അല്ലെങ്കിൽ കാണാൻ എന്നാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 53-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാർവത്രികമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഹൃദയം, ഈശോയുടെ തിരുഹൃദയം. മനുഷ്യ അനുഭവത്തിൽ ഹൃദയത്തിൻ്റെ പ്രതിരൂപം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ അനുഭവ തലത്തിലൂടെ എടുക്കുമ്പോൾ ചിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൃദയം വ്യക്തിപരമായ അടുപ്പത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വൈകാരികമായ ബന്ധത്തിൻ്റെയും സ്നേഹിക്കാനുള്ള കഴിവിൻ്റെയും പ്രതീകമായിട്ടാണ് കാണപ്പെടുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെ എടുത്താലും അത് ഒരു വ്യക്തിപരമായ അടുപ്പത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വൈകാരികമായ ബന്ധത്തിൻ്റെയും സ്നേഹിക്കാനുള്ള കഴിവിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഒരു സ്നേഹിതൻ്റെ ഹൃദയത്തിൽ കൈവയ്ക്കുന്നത് പ്രത്യേക വാത്സല്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രണയത്തിലാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു എന്നതുപോലെ സ്നേഹിക്കുന്നയാൾ അകന്നു പോകുമ്പോൾ ഹൃദയമിടിപ്പ് കുറയുകയും ചെയ്യും. ആഴത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമല്ലോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ് എന്ന് പറയുന്ന പോലെ തന്നെ പറയാനാണ്. സഹോദര, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരി, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഹൃദയത്തിൽ നിന്നും പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാറില്ലേ. അത് ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. അത് ലോകത്തിന് മുഴുവൻ എവിടെ പോയാലും നമ്മൾ ഈ ഒരു വാക്കുകൾ പറയാറ്, ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറയാറുണ്ട്. ഈ കാവ്യാത്മക ഭാഷ അനുഭവങ്ങളുടെ തീവ്രതയെ സൂചിപ്പിക്കുകയാണ്. അത് പല അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന്. കാലക്രമേണ ഹൃദയത്തിന് അതിൻ്റെ ഒരു അനന്യമായ പ്രതീകാത്മകമായ മൂല്യം ലഭിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ ആഴമുള്ളൊരു അർത്ഥമുള്ള ഒരു അടയാളമായിട്ട്, പ്രതീകമായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആയതിനാൽ ഒരു സാർവത്രിക സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ തിരുഹൃദയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു വൈകാരികമായ ബന്ധത്തിൻ്റെയും വ്യക്തിപരമായ ബന്ധത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹിക്കാനുള്ള കഴിവിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അതായത് ഈശോ നമ്മളെ ഏതെല്ലാം വിധത്തിൽ വ്യക്തിപരമായി അടുപ്പത്തിലൂടെ സ്നേഹിച്ചു, വാത്സല്യത്തോടെ സ്നേഹിക്കുന്നു, വൈകാരികമായ ഒരു അടുപ്പം നമ്മളുമായിട്ടുണ്ട്. ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കാനുള്ള ഒരു കഴിവിൻ്റെ, അതായത് ഈശോ ആദ്യം നമ്മെ സ്നേഹിച്ചുവെന്നാണ് നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. അത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചു എന്നാണ് പഠിച്ചത്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തെ നമ്മൾ കാണുക. 54-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഭ ഹൃദയത്തെ സ്നേഹത്തിൻ്റെ പ്രതീകമായി തിരഞ്ഞെടുത്തു. ഈശോയുടെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെയും അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ അകക്കാമ്പിനെയും പ്രതിദാനം ചെയ്യാൻ സഭ ഹൃദയത്തിൻ്റെ രൂപം തിരഞ്ഞെടുത്തത് സ്വാഭാവികമാണ്. ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ ചിത്രം ഈശോയുടെ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ വാചാലമായ പ്രതീകമാണ്. ഈശോയുടെ തിരുഹൃദയം നോക്കി നമുക്ക് കാണാം. എൻ്റെ മുകൾ ഭാഗത്തായിട്ട് കത്തിജ്വലിക്കുന്ന തീനാവുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ചിത്രത്തിൽ. അത് ഈശോയുടെ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ വാചാലമായ പ്രതീകമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലോ, ജ്വലിക്കുന്ന സ്നേഹം, കത്തിജ്വലിക്കുന്ന ഹൃദയം അതിൻ്റെ പ്രതീകമാണ്. അതായത് ആഴമായ സ്നേഹത്തിൻ്റെ ഒരു വാചാലമായ അർത്ഥത്തിലാണ് ആ ഒരു
ചിത്രത്തിൽ കത്തിജ്വലിക്കുന്ന നാളങ്ങൾ നമ്മൾ കാണുക. എന്നാൽ ഈ ഹൃദയം ക്രിസ്തുവിൽ നിന്നും വേറിട്ട് പ്രദാനം ചെയ്യപ്പെടരുത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം സഭ ഇത് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരുഹൃദയത്തോടെ ഭക്തി വളരുമ്പോൾ ഒരു കാരണവശാലും ഈശോ എന്ന് പറയുന്ന ആ രക്ഷകനായ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുതെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഈ ഹൃദയം, തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ആഴപ്പെടുമ്പോൾ ഒരു കാരണവശാലും ഇത് ഈശോയിൽ നിന്നും വേറിട്ട് പ്രതിദാനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി പോകരുത്. ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാകുമ്പോൾ ഇതൊരു സമാഗമത്തിലേക്കും സംഭാഷണത്തിലേക്കും വ്യക്തിബന്ധങ്ങളിലേക്കുമുള്ള അവിടുത്തെ ക്ഷണം കൂടുതൽ അർത്ഥവത്തായി തീരും. അതായത് ഈശോയുടെ തിരുഹൃദയം ഈശോ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈശോയോട് കൂടിച്ചേരാനായിട്ട്, ഈശോയോട് സംഭാഷണം നടത്താനായിട്ട്, ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ നമ്മൾക്കായിരിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും നമ്മൾ കണ്ടായിരുന്നു, നീ ഞാൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. ഒരു വ്യക്തിബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളൊരു ഉദാഹരണ സഹിതമൊക്കെ പറഞ്ഞതാണ്. ഈശോയുടെ നീ, ഞാനാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു തൻ്റെ ഹൃദയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ആരാധന രൂപം അവിടുന്ന് നമ്മെ നേരിട്ട് നോക്കുന്നതും നമ്മോട് സംഭാഷണം ചെയ്യുന്നതും കൂടുതൽ വിശ്വാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുക. അറിയാം, ഈശോ നേരിട്ട് നോക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ നോട്ടത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അത് ആഴമായ സ്നേഹത്തെയാണ് കാണിക്കുക. നോക്കി നമ്മുടെ ഹൃദയവിചാരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ് ആ ഈശോയുടെ നോട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ധ്യാനിച്ചത്. അതുപോലെ തന്നെ തൻ്റെ ഹൃദയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ആരാധന രൂപം നമ്മൾ കാണുമ്പോൾ ഈശോ നമ്മെ നേരിട്ട് നോക്കുന്നതായിട്ടും നമ്മോട് സംസാരിക്കുന്നതായിട്ടും തൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നതായിട്ടുമൊക്കെ അത് ചിത്രീകരിച്ചിരിക്കുകയാണ്. നമ്മെ താങ്ങി നിർത്താനും കഴിവുള്ള അവിടുത്തെ ശക്തമായ കരങ്ങളും നമ്മൾ ഓരോരുത്തരുമായി വ്യക്തിപരമായി സംസാരിക്കാൻ വെമ്പുന്ന അവിടുത്തെ അധരങ്ങളുമാണ് അത് വെളിപ്പെടുത്തുക. തൻ്റെ ഹൃദയം ഇങ്ങനെ എടുത്തു പിടിച്ചിരിക്കുന്നതായി കാണിക്കുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ താങ്ങി നിർത്താൻ പറ്റുന്ന അവിടുത്തെ ശക്തമായ കരങ്ങൾ, നമ്മൾ ഓരോരുത്തരുമായി വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ അധരങ്ങൾ, ഇവയെല്ലാം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഭ ഈ ഈശോയുടെ തിരുഹൃദയത്തെ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവെന്ന് ചാക്രിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അൻപത്തിയഞ്ചാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയം ശരീരത്തിൻ്റെ ഏകോപന കേന്ദ്രമാണ്. മറ്റ് അവയവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹൃദയത്തിന് ശരീരത്തിൻ്റെ ഏകോപന കേന്ദ്രമെന്ന നിലയിൽ, ഒരു വ്യക്തിയുടെ സമ്പൂർണതയുടെ ആവിഷ്കാരമെന്ന നിലയിലും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഗുണമുണ്ട്. അറിയാം, ഒരു മനുഷ്യൻ്റെ ഏകോപന കേന്ദ്രമല്ല ഹൃദയം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എല്ലാറ്റിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭാഗമെന്ന നിലയിൽ ഒരു ഹൃദയത്തെ കാണുകയാണ് എങ്കിൽ ഈശോയുടെ തിരുഹൃദയവും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ്റെയും ഒരു ഏകോപന കേന്ദ്രമാണ്. നമ്മൾ ഹൃദയത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ അതുപോലെ തന്നെ ഈശോയെ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു പോകും എന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയത്തെ അത് ഈശോ മുഴുവനുമായിട്ട് കാണുന്ന പോലെ, ഈശോയുടെ എല്ലാ പ്രവൃത്തികളുടെയും ഒരു ഏകോപനമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ കാണുന്നത് പോലെ, ഈശോയുടെ ഹൃദയം അവിടുത്തെ മാനവികതയുടെയും ദൈവികതയുടെയും എല്ലാ സൗന്ദര്യത്തിലും സമ്പന്നതയിലും ക്രിസ്തുവിനെ ധ്യാനിക്കാനായിട്ട് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നതായിരിക്കണം. അതാ പറയുന്നത്. ഹൃദയത്തിൻ്റെ രൂപം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം അവിടുത്തെ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതായത് ഈശോയുടെ ദൈവിക ഭാവത്തെയും മാനുഷിക ഭാവത്തിൻ്റെയും ഒക്കെ ആ സൗന്ദര്യവും സമ്പന്നതയും എല്ലാം
ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കണം. തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ ആ ഈശോയുടെ എല്ലാ ഭാവങ്ങളും, അതുകൊണ്ടാണ് ഏകോപന കേന്ദ്രം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഏകോപന കേന്ദ്രം എന്നതുപോലെ ഈശോയുടെ തിരുഹൃദയം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെ ഒരു ഏകോപന കേന്ദ്രമായിട്ട് നിൽക്കുകയാണ് എന്ന് ചാക്രിക ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 56-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയ ചിത്രീകരണത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറയുക. ക്രിസ്തുവിനെ ആരാധിക്കാനുള്ളൊരു മാർഗമാണ്. അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വിവിധ ചിത്രീകരണങ്ങൾക്ക് നമ്മൾ എത്ര സൗന്ദര്യപരമായ പ്രത്യേകതകൾ നൽകിയാലും, എത്ര സൗന്ദര്യമുള്ളതും മനോഹരവുമായ ചിത്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോഴും എന്തെങ്കിലും അവയിൽ നിന്നും ആവശ്യപ്പെടുകയോ, ഒരു കാലത്ത് വിജാതിയർ ചെയ്തിരുന്നത് പോലെ ആ രൂപങ്ങളോട് അന്ധമായ വിശ്വാസം പുലർത്തുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ചാക്രിക ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. മറിച്ച് നാം ആ ചിത്രത്തെ ചുംബിക്കുകയും അതിനു മുമ്പിൽ മുട്ടുകുത്തുകയും നമ്മുടെ ശിരസ് നമിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു പ്രതീകമാണ്, ഒരു അടയാളം മാത്രമാണ് ചിത്രീകരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊരു കലാകാരൻ്റെ ഭാവനയല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ഭാവനയായിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഈശോയുടെ രക്ഷയുടെ ഉറവിടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു യഥാർത്ഥ അടയാളമാണ്. അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അടയാളം മാത്രമാണ്. അപ്പം അതുകൊണ്ട് നാം ആ ചിത്രത്തെ ചുംബിക്കുമ്പോൾ, അതിനു മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, ശിരസ് നമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വിജാതിയർ ചെയ്യുന്നത് പോലെ ഒരു കാരണവശാലും ആ ചിത്രത്തിൽ നിന്നും എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവയ്ക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ എത്ര മനോഹരമായ ചിത്രമാണെങ്കിൽ പോലും എന്ന് പരിശുദ്ധ പിതാവ് തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്. 57-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിത്രീകരണങ്ങൾ ഒരു ക്ഷണം മാത്രമാണ്. ഈ പ്രതീകങ്ങൾ ചിലത് നമുക്ക് അരോചകമായും പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമല്ലാത്തവയായും തോന്നിയേക്കാം. എന്നിരുന്നാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവ പ്രാർത്ഥനയ്ക്കുള്ള ക്ഷണം മാത്രമാണ്. ഒരു പഴഞ്ചൊല്ല് നമുക്ക് ഓർക്കാം. ചന്ദ്രനിലേക്ക് ചൂണ്ടുന്ന വിരലുകളിലേക്ക് മാത്രം നമ്മുടെ നോട്ടം പരിമിതപ്പെടരുത് എന്നാണ് പറയുന്നത്. ചന്ദ്രനിലേക്ക് ഒരാൾ കൈ ചൂണ്ടിക്കാണിച്ചാൽ ആ ചന്ദ്രനിലേക്കാണ് നോട്ടം എത്തേണ്ടത്, അല്ലാതെ ചൂണ്ടുന്ന വിരലിലേക്ക് അല്ല. വ്യക്തമായെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ തിരുസ്വരൂപങ്ങളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചുമാണ് ആ പഴഞ്ചൊല്ല് വെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് പറയുന്നു, ദിവ്യകാരുണ്യം ആരാധിക്കപ്പെടേണ്ട ഒരു യഥാർത്ഥ സാന്നിധ്യമാണ്. അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കണം. എന്നാൽ തിരുസ്വരൂപങ്ങൾ അവ വ്യഞ്ചരിച്ചവയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വിരൽ ചൂണ്ടൽ മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തി ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടാനായിട്ടുള്ള ക്ഷണമാണ് ആ ചിത്രങ്ങളും അല്ലെ തിരുസ്വരൂപങ്ങളും ചെയ്യുക. അത് വ്യഞ്ചരിച്ചതാണെങ്കിൽ പോലും. എന്നാൽ ദിവ്യകാരുണ്യം അത് ആരാധിക്കപ്പെടേണ്ടതാണ് എന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്നു. അവിടെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ട്. എന്നാൽ തിരുസ്വരൂപങ്ങൾ അവ പറയുന്നു വ്യഞ്ചരിച്ചവയാണെങ്കിൽ പോലും ആദ്യം പറഞ്ഞതുപോലെ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുന്ന വിരൽ പോലെ മാത്രമേ ആകുന്നുള്ളൂ. ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ ആ ക്രിസ്തുവിലേക്ക് ഉണർത്തുന്ന ഒരു ക്ഷണം മാത്രമാണ് ഈ തിരുസ്വരൂപങ്ങൾ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ വണങ്ങുന്ന രൂപം ക്രിസ്തുവുമായുള്ളൊരു സമാഗമത്തിന് ഇടം നൽകാനും അവിടുത്തെ ഏതു രീതിയിൽ ചിത്രീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവിടുത്തെ ആരാധിക്കാനുമുള്ളൊരു ക്ഷണമായി വർത്തിക്കുന്നു. ഉദാഹരണത്തിന് കാലിത്തൊഴുത്തിൽ പിറന്നു കിടക്കുന്ന ഉണ്ണീശോയെ നമ്മൾ കാണുമ്പോൾ, അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമുക്ക് സ്വല്പം കൂടെ വാത്സല്യത്തോടെ നമുക്ക് ഈ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതൊരു സന്തോഷത്തിൻ്റെയാണ്.
അതുപോലെ തന്നെ കാൽവരിയിലെ ക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച ആ ക്രിസ്തുവിൻ്റെ ആ ത്യാഗത്തെ, എന്നോടുള്ള സ്നേഹത്തെ ഓർത്ത് അവിടുത്തെ ആരാധിക്കാനും ആരാധിക്കാനുള്ള ക്ഷണമാണ് ലഭിക്കുന്നത്. പാപിനിയായ സ്ത്രീയോട് അവൾ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവരുന്ന ആ ഒരു ചിത്രമാണ് നമ്മൾ ചിത്രീകരിക്കുന്നതെങ്കിൽ, നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണ് എങ്കിൽ, ഒരു പാപിയായൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്നെ മനസ്സിലാക്കുന്ന, രക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്രിസ്തുവിലേക്ക് ആ ചിത്രം അവനെ നയിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതു രീതിയിലുള്ള ചിത്രമാണെങ്കിൽ പോലും ആ രീതിയിൽ അവനെ, ഈശോയെ ആരാധിക്കാനുള്ളൊരു ക്ഷണമായി നമ്മളതിനെ കാണണം. രൂപത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അവിടുത്തെ സാന്നിധ്യത്തിലാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരണം. സ്നേഹത്തിലായിരുന്നു കൊണ്ട് ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും നിശബ്ദതയിൽ അത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇതൊരു ചൂണ്ടുവിരൽ മാത്രമാണ്, ഈശോയിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു ചൂണ്ടുവിരൽ മാത്രമാണ് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയാണ്. 58-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയത്തിൻ്റെ രൂപം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ഈശോയുടെ മാനുഷികതയുടെയും ദൈവികതയുടെയും ഒരു വെളിപ്പെടുത്തലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹൃദയത്തിൻ്റെ രൂപം മാനുഷികതയെയും ഐഹികമായ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു എന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ രീതിയിൽ നമ്മളിൽ ഒരാളായി നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ, ഭൂമിയിൽ നമ്മുടെ യാത്രയിൽ ഒരു കൂട്ടാളിയാകാൻ ആഗ്രഹിച്ച ദൈവത്തെങ്കിലേക്കാണത് വിരൽ ചൂണ്ടേണ്ടത്. ഇമ്മാനുവേൽ, നമ്മുടെ കൂടെയായിരിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തെങ്കിലേക്ക് നമ്മൾ ആ തിരുഹൃദയം നമ്മളെ ചേർത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് നയിക്കണം. അതിൽ കൂടുതൽ അമൂർത്തമായ പ്രത്യേക തരത്തിലുള്ളൊരു ഭക്തി, അത് സുവിശേഷത്തോടുള്ള ഒരു വിശ്വസ്തതയ്ക്ക് അനുരൂപമായി പോകില്ല എന്ന് തന്നെ പരിശുദ്ധ പിതാവ് പറയുകയാണ്. സുവിശേഷത്തിൽ ഈശോ ജീവിക്കുന്ന ഈശോയാണ്. അവിടുത്തെ ഓരോ വചനവും സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്, കാലോചിതവുമാണ്. അതുപോലെ തന്നെ ഈ തിരുഹൃദയം, ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് ഒരു കൂട്ടാളിയാകാൻ ആഗ്രഹിച്ച ദൈവത്തിലേക്കുള്ളൊരു വിരൽ ചൂണ്ടൽ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്നാൽ പ്രകടവും വാഞ്ചാലവുമായ ഈ അടയാളത്തിൽ ദൈവം എങ്ങനെ സ്വയം വെളിപ്പെടുത്താനും നമ്മോട് അടുക്കുവാനും ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ മാനുഷിക ഭാവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ഭൂജാതനായതും നമ്മോട് കൂടെ അടുക്കുവാനും നമ്മുടെ കൂടെ നടക്കുവാനും യാത്രയിൽ ഒരു കൂട്ടാളിയാകുവാനും ആഗ്രഹിച്ച ആ ദൈവത്തിൻ്റെ പരമമായ സ്നേഹത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈശോയുടെ തിരുസ്വരൂപം കാണുമ്പോൾ, തിരുഹൃദയത്തിൻ്റെ രൂപം കാണുമ്പോൾ ഈശോയിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കണമെന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ പിതാവ് പ്രത്യേകിച്ച് 52 മുതൽ 58 വരെയുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള ഭാഗത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. ഒരു കാരണവശാലും അത് ആ ചിത്രീകരണത്തെ ആരാധിക്കുവാനോ അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നതിലേക്ക് പോകരുത് എന്ന് ആവർത്തിച്ച് പറയുന്നു. മറിച്ച് ഇത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പരമമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ അടയാളമാണ്. ആ ഈശോയുടെ രക്ഷാദായകമായ ഉറവിടത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു യഥാർത്ഥ അടയാളമായിട്ട് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അതിനു മുമ്പായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണം.